ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ എലവ് മലയാളത്തിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ജികെയിലെ ഇന്ത്യൻ പ്രസിഡൻസ് അഥവാ ഇന്ത്യയുടെ രാഷ്ട്രപതിമാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് പൊതുവിജ്ഞാനം അഥവാ ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അറിയാം നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. നമ്മൾ ആദ്യം ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ, അത് SSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ഓരോ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആദ്യം നിങ്ങളൊന്ന് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിലേക്ക് കടക്കും. ക്ലാസ് കഴിയുന്ന മാത്രയിൽ എന്ത് ചെയ്യും, ആദ്യം കാണിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ പാകത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം ചോദ്യങ്ങൾ കാണിക്കുന്നതിന്റെ പിന്നിലെ പർപ്പസ് എന്താണ്? കാരണം നമ്മളൊരു ടോപ്പിക് ഇന്ത്യൻ രാഷ്ട്രപതിമാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അല്ലെ? ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്, ആ രീതിയിൽ ഒരുങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതായിരിക്കും നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. നമുക്ക് സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം, ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. അറേഞ്ച് ദ നെയിംസ് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പ്രസിഡന്റ്സ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ ടെന്യൂർ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിമാർ 4 ആളുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ 4 ആളുകളെ ഡിസെൻഡിങ് ഓർഡറിൽ അവർ ഭരിച്ച അല്ലെങ്കിൽ അവർ അധികാരത്തിലിരുന്ന സമയത്തെ അടിസ്ഥാനമാക്കി ഡിസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യാൻ, അവരുടെ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ 4 ആളുകളിൽ ആരാദ്യം വന്നു, അവസാനം വന്നു, ഇടയിലുള്ളത് ആര്, കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് വുമൺ ടു സെർവ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാസ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആര്? കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി, ഹു വാസ് ദ ഫോർത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. കാരണം എന്താ, 1, 2, 3, 4 എന്നിങ്ങനെ എണ്ണം കൃത്യമായിട്ട്, ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞാലാണ് 4ാമത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി, ഹു അമംഗ് ദീസ് ടുക്ക് ഓവർ ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ് രാഷ്ട്രപതി ആയതിനു ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷം 2ാമത് രാഷ്ട്രപതി ആയത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാജേന്ദ്ര പ്രസാദ് ആണ് 1ാമത്തെ പ്രസിഡന്റ് എന്ന് അറിയണം, അദ്ദേഹത്തിന് ശേഷം വന്ന ആളാര് എന്നുള്ളതും അറിയണം. ഇനി, രാംനാഥ് കോവിന്ദ് ഈസ് ദ ഡാഷ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാംനാഥ് കോവിന്ദ് എത്രാമത്തെ രാഷ്ട്രപതിയാണ് എന്നുള്ളത് അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രപതിമാരുടെ എണ്ണം, ഓർഡർ, ടൈം ലൈൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത് നോക്കാം. വിച്ച് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ് എ മിസൈൽ മാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഇനി, ഹു അമംഗ് ദ ഫോളോയിങ് വാസ് അവാർഡഡ് ദ ഭാരത് രത്ന അവാർഡ് ബിഫോർ ബിക്കമിംഗ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതി ആവുന്നതിന് മുന്നേ തന്നെ ഭാരത് രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ കട്ടിയാണ്. കുറച്ചുകൂടെ കട്ടി എന്നാൽ അത്യാവശ്യം നല്ല കട്ടിയാണ്. കാരണം ഇന്ത്യയിലുള്ള രാഷ്ട്രപതിമാരും ആ രാഷ്ട്രപതിമാർ നേടിയിട്ടുള്ള അവാർഡുകളും അവർ ഏതൊക്കെ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ദ യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഏറ്റവും പ്രായം കൂടിയത്, ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള ആൾ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് കൊണ്ടുവരും. ഇനി, which of the following former Indian president took office for the shortest term? ഏറ്റവും കുറച്ച് കാലം മാത്രം ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആള് ആര്? അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ആള് എന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ട് കൊണ്ടുവരും. ഇനി, ഹു വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആര് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി, നെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു യൂസ്ഡ് ദ പോക്കറ്റ് വീറ്റോ ഇൻ റിലേഷൻ ടു ദ 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അമെൻമെന്റ് ബില്ല്. 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ല് പാസ്സാക്കിയ സമയത്ത്, അതിന് പാസ്സാക്കല്ല, ആ ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത്, മുന്നോട്ട് വെച്ച സമയത്ത് അതിൽ പോക്കറ്റ് വീറ്റോ കൊണ്ടുവന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആര് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു പവർ ഉപയോഗിച്ച രാഷ്ട്രപതി ആര് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത്, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെൻ ദ എലിജിബിലിറ്റി ഏജ് ഫോർ ദ റൈറ്റ് ടു വോട്ട് വാസ് റെഡ്യൂസ്ഡ് ഫ്രം 21 ഇയേഴ്സ് ടു 18 ഇയേഴ്സ്. വോട്ടവകാശ പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി ചുരുക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രപതി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ, പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ രാഷ്ട്രപതി ആയിരുന്നത് ആര് എന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് ആ ഓരോ രാഷ്ട്രപതിമാരും ഏത് കാലയളവിൽ ഇരുന്നു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എലക്ടഡ് അൺഒപ്പോസ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയായി എതിരില്ലാതെ തെരഞ്ഞെടുത്ത വ്യക്തി ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ദ സ്പീക്കർ ഓഫ് ദ 6th ലോക്സഭ ഹു ലേറ്റർ ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാസ്. 6ാമത്തെ ലോകസഭയിലെ സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് എന്തായിട്ട് മാറി? പ്രസിഡന്റ് ആയിട്ട് മാറി. ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നോക്കുക, ഒരു പ്രസിഡന്റുമാർ ഇരുന്നിട്ടുള്ള പദവികൾ, അതിന് മുന്നേ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ ഗവർണർ ആയിരുന്നോ, സ്പീക്കർ ആയിരുന്നോ, മന്ത്രിയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത് നോക്കുക, ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെൻ രാജീവ് ഗാന്ധി വാസ് സ്വോൺ ഇൻ ആസ് പ്രൈം മിനിസ്റ്റർ? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ഇരുന്നിട്ടുള്ള വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസിഡന്റ് വാസ് ഓൾസോ സെൻട്രൽ ലേബർ മിനിസ്റ്റർ? കേന്ദ്രത്തില് ലേബർ മന്ത്രി ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ അതിനുശേഷം പ്രസിഡന്റ് ആയിട്ടുള്ളത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പൊതുവെ PSC, SSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ ഈ ഭാഗത്തു നിന്ന് കണ്ടുവരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഈ പറയുന്ന ടോപ്പിക്കിനകത്ത് ഞാൻ പൊതുവെ ക്ലാസ്സിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഭാഗം, ഇപ്പോൾ നിങ്ങൾ കണ്ട ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗം സ്റ്റാറ്റിക് GK അഥവാ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗം. അതല്ലാതെ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു ഭാഗം കൂടെ ഉണ്ടായിരിക്കും. പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു ഭാഗം കൂടെ ചേർന്നാലാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാരെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുള്ളൂ. പക്ഷെ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ആർട്ടിക്കിൾസ് പഠിക്കണം, പാർട്സ് പഠിക്കണം, അല്ലെ? രാഷ്ട്രപതിമാരുടെ അധികാരങ്ങൾ, അവരുടെ എന്താ പറയുന്ന സ്ഥാനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞാൽ പൊതുവെ പൊതുവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളിപ്പോൾ പറഞ്ഞ രാഷ്ട്രപതിമാരുടെ പേരുകൾ, അവരുടെ കാലാവധി, ഏറ്റവും കുറച്ചു കാലം മാത്രം വരുന്നത് ആര്, കൂടുതൽ കാലം വരുന്നത് ആര്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവിജ്ഞാന മേഖലയിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ GK, ജനറൽ നോളജ്, പൊതുവിജ്ഞാനമാണ്. നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് GKയിൽ കാണുന്നത്. അതിന് വെയിറ്റേജ് ഉണ്ട് താനും, അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കൺസെപ്റ്റൽ ആയിട്ടുള്ള രാഷ്ട്രപതി എന്ന് പറയുന്ന ആ പദവിയുടെ അർത്ഥം, അതിന്റെ അധികാരം, അതിന്റെ അന്തസത്ത തുടങ്ങിയ മറ്റു കാര്യങ്ങൾ, അത് അടങ്ങിയിരിക്കുന്ന അനുച്ഛേദം, ഭരണഘടനയിൽ അതിനകത്ത് കൊടുത്തിട്ടുള്ള മറ്റ് എല്ലാ പ്രൊവിഷൻസും, വകുപ്പുകളെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമല്ല, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, മുഖ്യമന്ത്രിമാര്, ഗവർണർമാര് തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ രണ്ട് രീതിയിൽ തിരിക്കാം. അപ്പോയിന്റ്മെന്റുകൾ, അല്ലെ? ഇപ്പൊ പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം അധികാരത്തിലേറിയിട്ടുള്ള മുഖ്യമന്ത്രിമാര്, പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഗവർണർമാര്, അതൊക്കെ പൊതുവിജ്ഞാന മേഖലയിൽ വരും. എന്നാൽ മുഖ്യമന്ത്രിയുടെ അധികാരം, ഗവർണറുടെ അധികാരം തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ വകുപ്പുകൾ, അതിന്റെ അനുച്ഛേദങ്ങളെല്ലാം എവിടെ വരും? പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരും. പ്രധാനമന്ത്രിയുടെ കാര്യം അങ്ങനെ തന്നെ, മന്ത്രിമാരുടെ കാര്യം അങ്ങനെ തന്നെ, ഈ പറഞ്ഞ പോലെ ചീഫ് ജസ്റ്റിസുമാരുടെ കാര്യം അങ്ങനെ തന്നെ. അപ്പൊ എല്ലാ പൊളിറ്റിയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു പോസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭരണഘടനയ്ക്കകത്ത് കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിന് നമുക്ക് പൊതുവിജ്ഞാന മേഖലയിലും ഭരണഘടനാപരമായിട്ടുള്ള രീതിയിലും എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് പറ്റും. മറ്റേ നമ്മുടെ പൊളിറ്റി ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കുക, ഇത് പൊതുവിജ്ഞാന ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് ഇന്ത്യൻ പൊളിറ്റിയുടെ കാര്യം മാത്രമല്ല, ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും എക്കണോമിക്സിലും ഒക്കെ ഈ രീതിയിൽ നമുക്ക് സ്റ്റാറ്റിക് GK പാർട്ടായിട്ടും കൺസെപ്ച്വൽ ഭാഗമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിമാര്. അപ്പൊ അതിലെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹം 1950 മുതൽ 1962 വരെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടിരുന്നത്. 12 വർഷം. ഈസ് ദ ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ്. 2 ടേം അടുപ്പിച്ച് രാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തിയാണ്. 1952 മുതൽ 1962 വരെയാണ് അദ്ദേഹം ആക്ച്വലി രാഷ്ട്രപതിയായിട്ട് ഇരുന്നിട്ടുള്ളത്. 1950 ജനുവരി 25 അദ്ദേഹത്തിന്, അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ തലേന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, എലക്ട് ചെയ്യപ്പെടുന്ന, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എലക്ട് ചെയ്ത് അദ്ദേഹത്തിനെ രാഷ്ട്രപതിയാക്കി മാറ്റുന്നത്. അതിനുശേഷം 1952 ജനറൽ എലക്ഷൻ നടക്കുന്നത്. പിന്നീട് മൊത്തത്തിൽ ആ ഇലക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ശരിക്കും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നത് 1951-52 കാലങ്ങളിലാണ്. സുകുമാർ സെൻ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷനായിട്ട് വരുന്നതും അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആദ്യം ഈ പറയുന്ന പോലെ രാഷ്ട്രപതിയായിട്ടിരിക്കുന്നു. 1952 മുതൽ 57 വരെയാണ് ആദ്യത്തെ ടേം. അതിനുശേഷം 57 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട് 57 മുതൽ 62 വരെ രണ്ടാമത്തെ ടൈമിനകത്തും അദ്ദേഹം ഇരിക്കുന്നു. അപ്പൊ ഇതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യം രാഷ്ട്രപതിയായിട്ട് അധികാരത്തിൽ എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രാഷ്ട്രപതിയുടെ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കയറുന്നതിന്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിന്റെ സഹോദരി മരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള കുറെ ഇൻസിഡൻസ് ഒക്കെ ആ സമയത്ത് നടക്കുന്നുണ്ട്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള
എല്ലാവരും റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കോൺട്രവേഴ്സീസ് ഒന്നും ഇല്ലാതെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രപതി എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സമയത്ത് ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്നതും അതിന്റെ എന്താ പറയുന്നത് അത് പാസ്സാക്കുന്ന കാര്യത്തിലുള്ള ഏതാനും എതിരഭിപ്രായങ്ങൾ മാത്രമാണ് ആ സമയത്ത് പ്രധാനമായിട്ടും എന്തെങ്കിലും നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ അർത്ഥത്തിലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ സമയം എന്തായിരുന്നു, വളരെ ഈ പറഞ്ഞ പോലെ ഭരണഘടനയിൽ അദ്ദേഹത്തിന് ഒരു പ്രസിഡന്റിന് രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുള്ള എല്ലാ എന്താ പറയുക അധികാരങ്ങളും കൃത്യമായിട്ട് വിനിയോഗിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അദ്ദേഹം രാഷ്ട്രപതിയായിരിക്കുന്ന സമയത്ത് ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ അഥവാ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് 1962 നമ്മുടെ രാജേന്ദ്ര പ്രസാദ് സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് രണ്ടാമത്തെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് അധികാരം ഏറ്റെടുക്കുന്നത് എസ് രാധാകൃഷ്ണനാണ്. 1962 മുതൽ 1967 വരെ 5 വർഷമാണ് അദ്ദേഹം രാഷ്ട്രപതിയായിട്ടിരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിമാരുടെ ടേം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 5 വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ആൻഡ് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ വട്ടം രാഷ്ട്രപതിയാവാം, 2 ആവാം, 3 ആവാം. ഭരണഘടന അതിനകത്തൊരു ലിമിറ്റ് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം സൈഡ് നോട്ടായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. പൊളിറ്റി ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. എന്നാൽ അമേരിക്കൻ രാഷ്ട്രപതിമാർ അങ്ങനെയാണോ? അല്ല. അവർക്ക് 4 വർഷമാണ് അവരുടെ കാലാവധി. 2 ടേമിൽ കൂടുതൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ 2ാമത്തെ ടേമിലേക്കാണ് കയറിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി ഒരു വട്ടം കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കാനായിട്ട് പറ്റില്ല. ആദ്യം 4 തവണ ഇരിക്കാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ അത് 2 തവണയായിട്ട് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇനി എസ് രാധാകൃഷ്ണൻ 1962 മുതൽ 1967 വരെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് അധികാരം ഏറ്റെടുത്ത 2ാമത്തെ വ്യക്തി. ആൻഡ് അദ്ദേഹം ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. രാജേന്ദ്ര പ്രസാദിന്റെ കീഴിൽ വൈസ് പ്രസിഡന്റായിട്ട് ഉപരാഷ്ട്രപതിയായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ആൻഡ് അദ്ദേഹം വളരെ അധികം വിദ്യാഭ്യാസപരമായിട്ട് വളരെ അധികം മുന്നിൽ നിന്നിരുന്ന, എല്ലാവരും റെസ്പെക്ട് ചെയ്തിരുന്ന, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു അക്കാഡമിക് പേഴ്സണാലിറ്റി കൂടിയായിരുന്നു ആര്? ഈ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ 1954 അദ്ദേഹം രാഷ്ട്രപതി ആവുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ ഭാരതരത്നം നൽകി ആദരിച്ചിട്ടുണ്ട്. 1954 അദ്ദേഹം 62ലാണ് രാഷ്ട്രപതി ആവുന്നത്. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം നൽകിയ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് മുന്നേ 1930കളിൽ അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ്, ബ്രിട്ടീഷുകാർ നൈറ്റ്ഹുഡ് അതായത് സർ പദവി കൊടുത്ത് അദ്ദേഹത്തെ ആചരിച്ചതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹം ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും എല്ലാം വൈസ് ചാൻസലർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം 5th സെപ്റ്റംബർ ഇന്ന് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിച്ചു പോരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് ഓർത്തിരിക്കാം. ആൻഡ് ഭാരതരത്ന പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. 1962 മുതൽ 1967 വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടിരുന്നിട്ടുള്ളത്. 3ാമത്തെ വ്യക്തിയാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അപ്പൊ സക്കീർ ഹുസൈൻ, എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. 1967 മുതൽ 69 വരെ 2 വർഷ കാലയളവാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. കാരണം 69 അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ഏറ്റവും ആദ്യത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ സക്കീർ ഹുസൈൻ ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ആൻഡ് 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതും സക്കീർ ഹുസൈൻ ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലാക്കി വെക്കാം. സോ ഫസ്റ്റ്ലി ഹി വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ പ്രഥമ മുസ്ലിം രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഹി ഓൾസോ കോ ഫൗണ്ടഡ് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി കോ ഫൗണ്ട് ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് ആര്? സക്കീർ ഹുസൈൻ. ജാമിയ മിലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഇസ്ലാമിക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എന്താ പറയുന്നത് അതിനകത്തുനിന്ന് വിട്ടു വന്നിട്ടുള്ള, അല്ലെങ്കിൽ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അലിഗഡ് യൂണിവേഴ്സിറ്റി ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായതാണ്. അപ്പൊ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു സെപ്പറേറ്റ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് കുറച്ച് ആളുകൾ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് പോന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതിന്റെ കോ ഫൗണ്ടറിൽ ഒരാളായിരുന്നു ആര്? സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ വളരെ അടുത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. ആൻഡ് 1967 1969 കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസിനകത്ത് വളരെയധികം ഒരു പിളർപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ, ആ പദവിയിൽ ഇരിക്കെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയും മരണപ്പെടുമ്പോൾ ആരധികാരത്തിലേക്ക് വരുന്നു?
ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് വരുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി ആദ്യകാലങ്ങളിൽ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടത്ര ഒരു സ്വാധീനം ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കോൺഗ്രസിനെ സിൻഡിക്കേറ്റ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമായിരുന്നു കൂടുതൽ അധികാരം കൈയാളിരുന്നത്. നമ്മുടെ ഈ പറഞ്ഞ പോലെ കാമരാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് സിൻഡിക്കേറ്റ് ആണ് ആ സമയത്ത് അധികാരം കൈയാളിയിരുന്നത്. ഈ കോൺഗ്രസ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന വിഭാഗവും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി വിഭാഗവും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതാനും നേതാക്കന്മാരും തമ്മിൽ ഒരു സ്പ്ലിറ്റ് നടക്കുന്ന ഒരു സമയമാണ് ഈ 67 നിന്നും 69 സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന രാഷ്ട്രപതി മരണമടയുന്ന സമയം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ 69 സക്കീർ ഹുസൈൻ അധികാര ഇതിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ഗിരി ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു. അപ്പൊ സക്കീർ ഹുസൈൻ ഇരിക്കുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ആര്, വി ഗിരി എന്ന് പറയുന്നത്. വി ഗിരി ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട്, കാരണം ഒരാൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആര് വരും, വൈസ് പ്രസിഡന്റ് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വി ഗിരി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, രണ്ടാമത് ടേം കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ രണ്ടാമത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, കോൺഗ്രസ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി ആയിരുന്നു നീലം സഞ്ജീവ് റെഡ്ഡി. കോൺഗ്രസ് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയായിരുന്നു ആര്, നീലം സഞ്ജീവ് റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ആ സമയത്ത് ലോകസഭ സ്പീക്കർ ആയിരുന്നു. 4ാമത്തെ ലോകസഭയിലെ സ്പീക്കർ, 4th ലോകസഭ, അതായത് 4ാമത്തെ തെരഞ്ഞെടുപ്പ് നടന്ന് 4ാമത്തെ ലോകസഭയുടെ സ്പീക്കറായിട്ട് വരുന്ന വ്യക്തിയാണ് ആര്, നീലം സഞ്ജീവ് റെഡ്ഡി. അപ്പൊ സ്പീക്കർ പദവി രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഈ പറഞ്ഞ കാമരാജിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സിൻഡിക്കേറ്റ് ഗ്രൂപ്പ് നീലം സഞ്ജീവ് റെഡ്ഡിനെ എന്ത് ചെയ്യുന്നു, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ വി ഗിരി ആ സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ആണ്, അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സക്കീർ ഹുസൈൻ മരിച്ചതിന്റെ ഭാഗമായിട്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അധികാരത്തിലിരിക്കുന്നു. വി ഗിരിയെ എന്ത് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പിൽ ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു, വി ഗിരിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഡയറക്റ്റ് ആയിട്ടല്ല, ഇന്ദിരാഗാന്ധി അങ്ങനെ വി ഗിരിക്ക് വോട്ട് ചെയ്യണമെന്നും പറയുന്നില്ല. എന്നാൽ ആ സമയത്ത് ഏതാനും പ്രസ്താവനകളൊക്കെ അത് വളരെ വ്യക്തമായിരുന്നു. എന്ത് ചെയ്യുന്നു, വി ഗിരിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയുടെ നീക്കങ്ങൾ. ഇത് വളരെയധികം ഈ പറഞ്ഞ പോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആ സമയത്ത് ഉണ്ടാവുകയും വി ഗിരി എന്ത് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്ത കാൻഡിഡേറ്റ് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് വരികയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, ഇതുവരെയുള്ള ഭാഗം ക്ലിയർ ആണ്. നീലം സഞ്ജീവ് റെഡ്ഡി എന്ത് ചെയ്യുന്നു, അദ്ദേഹം സ്പീക്കർ ആയിരുന്നു. സ്പീക്കർ സ്ഥാനം രാജിവെച്ചിട്ടാണ് ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് മത്സരിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നു. ഈ നീലം സഞ്ജീവ് റെഡ്ഡി എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് നമുക്ക് വീണ്ടും പഠിക്കേണ്ടി വരും. ഓക്കെ, അതിനുശേഷം അപ്പം ഈ പറയുന്ന കാമരാജിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സിൻഡിക്കേറ്റ് എന്ത് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. കോൺഗ്രസ് ആ സമയത്ത് 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്. INC O വിഭാഗം, അതുപോലെ തന്നെ INC R വിഭാഗം. R എന്ന് പറയുന്ന വിഭാഗവും O വിഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊക്കെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് പ്രൈം മിനിസ്റ്റർമാരുടെ ചരിത്രം പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പ്രസിഡന്റുമാരുടെ ചരിത്രം പഠിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ പ്രസിഡന്റുമാരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഞാൻ ആ രീതിയിലുള്ള ആ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, സോ വി ഗിരി ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന വി ഗിരി എന്ത് ചെയ്യുന്നു, ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് എങ്ങോട്ട് പോകുന്നു, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മാറുമ്പോൾ വീണ്ടും പ്രസിഡന്റ് പദവി എന്താണ്, വേക്കന്റ് ആയിട്ടിരിക്കുകയാണ്. സക്കീർ ഹുസൈൻ പ്രസിഡന്റ് പദവി ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. ആ സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി ഗിരി എന്ത് ചെയ്യുന്നു, ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നു. ഇതേ വി ഗിരി തന്നെ എന്ത് ചെയ്യുന്നു, പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് മാറുമ്പോൾ ആ പദവി അവിടെ വേക്കന്റ് ആയിട്ട് വരുന്നു. അപ്പൊ ആ സമയത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു, ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നു. അതാണ് മുഹമ്മദ് ഹിദായത്തുള്ള എന്ന് പറയുന്നത്. അദ്ദേഹവും 969 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. കാരണം വി ഗിരി എന്ത് ചെയ്യുന്നു, റിസൈൻ ചെയ്തിട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് പോകുന്നു. സോ നമുക്ക് ആദ്യം മുഹമ്മദ് ഹിദായത്തുള്ളയെ പറ്റി പരിചയപ്പെടാം. ഡ്യൂറിംഗ് ഹിസ് ടേം ആസ് എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ദ ദെൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സക്കീർ ഹുസൈൻ ഡയഡ്. സക്കീർ ഹുസൈൻ മരണപ്പെടുന്നു. Hidayatullah then served as the President of India for a short period from 20 July to 24th August. ജൂലൈ 20 തൊട്ട് 24 ഓഗസ്റ്റ് വരെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വർത്തിക്കുകയാണ്. പക്ഷെ ആ ഒരു മാസക്കാലയളവിൽ ചരിത്രപരമായിട്ടുള്ള ഒരു നിമിഷമാണ്. എന്താ കാരണം, the visit of President of United States Richard Nixon to India made his presidential term historic. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റിച്ചാർഡ് നിക്സൺ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടേം വളരെ ഹിസ്റ്റോറിക് ആയിട്ട് റിമെമ്പർ ചെയ്യപ്പെടുന്നു. മുഹമ്മദ് ഹിദായത്തുള്ള അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരുന്ന വ്യക്തിയാണ്. നമ്മൾ പ്രസിഡന്റുമാരെ എണ്ണം കണക്കെടുക്കുന്ന സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന നമ്പർ കൗണ്ട് ചെയ്യില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ,
അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓഗസ്റ്റ് മാസം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മുടെ വി ഗിരി പ്രസിഡന്റായിട്ട്, 4ാമത്തെ പ്രസിഡന്റായിട്ട് വരുന്നു. അപ്പൊ 1ാമത്തെ ആളാണ് രാജേന്ദ്ര പ്രസാദ്, 2ാമത്തെ എസ് രാധാകൃഷ്ണൻ, 3ാമത്തെ സക്കീർ ഹുസൈൻ, 4ാമത്തെ വി ഗിരി. അതിന്റെ ഇടയിൽ വി ഗിരി ഒരു തവണ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്നു, ഹിദായത്തുള്ള ഒരു തവണ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്നു. അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല. ശരിക്കും 4ാമത്തെ പ്രസിഡന്റായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന ആരെയാണ്? വി ഗിരിനെയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇനി വി ഗിരിയുടെ കാര്യം പറയുമ്പോൾ, ഹി എലക്ടഡ് ടു ദ പാർലമെന്റ് ആൻഡ് അപ്പോയിന്റഡ് മിനിസ്റ്റർ ഓഫ് ലേബർ ഇൻ 1952. 1952 ഏറ്റവും ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആ മന്ത്രിസഭയിലെ മിനിസ്റ്റർ ഓഫ് ലേബർ എന്ന് പറയുന്ന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ് വി ഗിരി എന്ന് പറയുന്നത്. ആൻഡ് ഹി ബിക്കെയിം ആക്ടിംഗ് പ്രസിഡന്റ് ഇൻ 1969 ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് ദെൻ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ. നമുക്ക് അറിയാവുന്നതാണ്. പിന്നീട് 1969 മുതൽ 74 വരെ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു. ആൻഡ് അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ ആയിട്ടിരുന്നുണ്ട്, യുടെ ഗവർണർ ആയിട്ടിരുന്നുണ്ട്. കേരളത്തിന്റെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിത്തരാനായിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് വി ഗിരി എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ടു നോട്ട് കംപ്ലീറ്റ് ഹിസ് ഫുൾ ടേം ഇൻ ഓഫീസ്. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന്റെ ഫുൾ ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, 5 വർഷം തികച്ചിട്ടില്ല. കാരണം എന്താ? വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സക്കീർ ഹുസൈൻ മരണപ്പെടുന്നത്. സക്കീർ ഹുസൈൻ മരണപ്പെടുമ്പോൾ അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ് ആയി, പിന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുശേഷം വി ഗിരിയുടെ വർഷം എത്രയാണ്? 1974. 1974 വി ഗിരിയുടെ എന്ത് ചെയ്യുന്നു, ടേം കഴിയുന്നു. അതിനുശേഷമാണ് ആര് വരുന്നത്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് വരുന്നു. സോ 1969 തൊട്ട് 1974 വരെ ഞാൻ നേരത്തെ പറഞ്ഞ കോളിളക്കങ്ങൾ നടക്കുന്ന സമയമാണ്. എന്ത് സംഭവിച്ചു? വി ഗിരിയുടെ സ്ഥാനാർത്ഥിത്വത്തില് ഇന്ദിരാഗാന്ധി സപ്പോർട്ട് ചെയ്ത് വി ഗിരി വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിനെ പുറത്താക്കുന്നു. പാർട്ടി രണ്ടായിട്ട് പിളരുന്നു. പാർട്ടി രണ്ടായിട്ട് പിളരുന്ന സമയത്ത് രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസ്ഥ വരികയാണ്. കാരണം കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു. അപ്പോഴുള്ള പാർലമെന്റ് ലോകസഭയ്ക്ക് എന്തില്ല, നിലനിൽപ്പില്ല. കാരണം പാർട്ടി പിളർന്നല്ലോ. ഒബ്വിയസ്ലി ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു അവസ്ഥ വരുന്നു. 1971 ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1971 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി എന്നല്ല, കോൺഗ്രസ് സിൻഡിക്കേറ്റ് മുന്നോട്ട് വെച്ച ഒരു സ്ലോഗൻ ആയിരുന്നു ഇന്ദിര ഹട്ടാവോ എന്ന്, ഇന്ദിരാഗാന്ധിയോട് പുറത്തു പോകാൻ പറയുന്നത്. അതിന് ബദലായിട്ട് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച വളരെ ഫേമസ് ആയിട്ടുള്ള ആപ്തവാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഗരീബി ഹട്ടാവോ, പട്ടിണിയാണ് പുറത്താക്കേണ്ടതെന്ന്. ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു? വളരെയധികം മാർജിനിൽ ആ ഇലക്ഷൻ ജയിക്കുന്നു. 1971 ഇലക്ഷൻ ജയിക്കുന്നു. ജയിച്ച് എന്ത് ചെയ്യുന്നു? പിന്നാലെ ഇലക്ഷൻ ജയിച്ചതിന്റെ പിന്നാലെ തന്നെയാണ് ഇൻഡോ പാക് വാർ വരുന്നത്. എന്ത് ചെയ്യുന്നു? നമ്മുടെ ബംഗ്ലാദേശ് വിഭജനം, ബംഗ്ലാദേശ് ഫോം ചെയ്യുന്നു. അതൊക്കെ ആ സമയത്താണ് നടക്കുന്നത്. 1971 വാർ, 1971 ഡിസംബറിലാണ് വാർ നടക്കുന്നത്. 72 ഒക്കെ ആകുമ്പോഴേക്കും ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 73 ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധി 69 ടു ഈ പറയുന്ന കാലയളവിൽ നമ്മുടെ എന്താ പറയുന്നത്, വി ഗിരിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് സിൻഡിക്കേറ്റിനെതിരെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി വളരെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബാങ്കുകളെ നാഷണലൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നു, കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആയിരുന്ന ഒരു സമയമാണത്. ആൻഡ് 74 എന്ത് സംഭവിക്കുകയാണ്? വി ഗിരിയുടെ കാലാവധി കഴിഞ്ഞ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടുത്ത പ്രസിഡന്റ് ആയിട്ട് വരുന്നു. 5ാമത്തെ പ്രസിഡന്റ് ആയിട്ട് വരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന് ഒപ്പുവെച്ച, അതിന് സമ്മതം മൂളിയ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇന്ത്യ കണ്ടിട്ടുള്ള 2ാമത്തെ മുസ്ലിം പ്രധാനമന്ത്രിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രസിഡന്റ് ആയിരിക്കെ മരണപ്പെട്ട 2ാമത്തെ വ്യക്തിയാണ് ഈ പറഞ്ഞ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത്. 1974 ടു 1977 ആണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടിരുന്നത്. അദ്ദേഹം അതിനു മുന്നേ ആസാമിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അതിനു മുന്നേ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഇറിഗേഷൻ ആൻഡ് പവർ, ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്യാബിനറ്റിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണശേഷം ഇന്ദിരാഗാന്ധി മന്ത്രിസഭ രൂപീകരിച്ച സമയത്ത് ആ സമയത്തെ കൃഷി വകുപ്പ്, ഇറിഗേഷൻ, ജലസേചനമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധിയുടെ വളരെയധികം ഇന്ദിരാഗാന്ധിയോട് ചേർന്ന് നിന്നിരുന്ന ഒരു കോൺഗ്രസ് അനുഭാവി കൂടിയായിരുന്നു ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥയുടെ കാലം ആ ഒരു രീതിയിലാണ് നമ്മൾ ഓർക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായ സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ കുറച്ചൊക്കെ പറഞ്ഞതാണ്. 1971 ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ദിരാഗാന്ധി ലാൻഡ് സ്ലൈഡ് വിക്ടറി നേടിയ 1971 കോൺഗ്രസ് സിൻഡിക്കേറ്റിന് എഗെയിൻസ്റ്റ് മത്സരിച്ച് വിക്ടറി നേടിയ ആ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. ഈ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിക്ക് ഓപ്പോസിറ്റ് നിന്നിരുന്നത് രാജ്നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? സുഹൃത്തിയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇലക്ഷന് പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? കേസ് കൊടുക്കുന്നു. അലഹാബാദ് ഹൈക്കോടതി എന്ത് ചെയ്യുന്നു? ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം
ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റിസൾട്ട് റദ്ദാക്കുന്ന രീതിയിൽ റിസൾട്ട് പുറത്തു വരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി റിസൈൻ ചെയ്ത് പുറത്തു പോകാൻ തയ്യാറായിരുന്നു. പക്ഷെ സഞ്ജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ മകൻ, ആ സമയത്ത് അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. 2 കൊല്ലത്തോളം നീണ്ടു നിന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഡാർക്ക് ഏജ് എന്ന് നമുക്ക് വിളിക്കാവുന്ന മൗലിക അവകാശങ്ങളെല്ലാം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു 1975 to 1977 വരെ. 77 എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 71 തെരഞ്ഞെടുപ്പ് നടന്നാണ്. എന്ത് ചെയ്യുന്നു, അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു. ഇന്ദിരാഗാന്ധി ഈ പറഞ്ഞ പോലെ ലോക്സഭ പിരിച്ചുവിടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, രണ്ടാമത് തെരഞ്ഞെടുപ്പിന് ഫേസ് ചെയ്യുന്നു. ആ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിക്കുന്നത്, ജനതാ ഗവൺമെന്റ് ആദ്യമായിട്ട് അധികാരത്തിൽ വരികയാണ്. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു. 1977 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു. ആർക്ക് അഗെയിൻസ്റ്റ്? ഇതേ രാജ്നാരായണൻ അഗെയിൻസ്റ്റ് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്ത് മരണപ്പെടുന്നു. ആ സമയത്തെ സർക്കാരാണ് ജനതാ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ജനതാ ഗവൺമെന്റ് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലാണ് ഫോം ചെയ്യുന്നത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലാണ് ആ സമയത്ത് ജനതാ സർക്കാർ ഫോം ചെയ്യുന്നത്. ആൻഡ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരണപ്പെടുന്ന സമയത്ത് അടുത്ത രാഷ്ട്രപതി ആര് എന്നുള്ള ചോദ്യത്തിന് മൊറാർജി ദേശായി എന്ത് ചെയ്യുന്നു, സമീപിച്ച വ്യക്തിയാണ് നമ്മൾ നേരത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു പോയ നീലം സഞ്ജീവ് റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള കാര്യം കൂടെ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കുക. 1977 തെരഞ്ഞെടുപ്പിന് മൊറാർജി ദേശായി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നു. അപ്പൊ അടുത്ത പ്രസിഡന്റ് ആര് എന്നുള്ള ചോദ്യത്തിന് 1969 രാഷ്ട്രപതി മത്സരം നടന്ന സമയത്ത് വി ഗിരിയോട് തോറ്റ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു പോയ നീലം സഞ്ജീവ് റെഡ്ഡിയെ എന്ത് ചെയ്യുന്നു, തിരിച്ചു വിളിക്കുന്നു. ആക്ച്വലി നീലം സഞ്ജീവ് റെഡ്ഡിയെ തിരിച്ചു വിളിക്കുന്നത് ജയപ്രകാശ് നാരായണനാണ്. ടോട്ടൽ റവല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ക്യാമ്പയിനിങ് നടത്തുന്നതിന് വേണ്ടി നീലം സഞ്ജീവ് റെഡ്ഡി തിരിച്ചു വിളിക്കുന്നുണ്ട്. അങ്ങനെ നീലം സഞ്ജീവ് റെഡ്ഡിനെ എന്ത് ചെയ്യുന്നു, രണ്ടാമത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് ആര് വെക്കുന്നു, മൊറാർജി ദേശായി വെക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് മരണപ്പെടുന്ന സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തിയാണ് ആര്, BD ജെട്ടി എന്ന് പറയുന്ന വ്യക്തി. 1977 അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്നത്. അദ്ദേഹം 74 മുതൽ 79 വരെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ആരുടെ കീഴിൽ, ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കീഴിൽ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു. പിന്നീട് നീലം സഞ്ജീവ് റെഡ്ഡിയുടെ കീഴിലും വൈസ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം ആക്ട് ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് ഫോർ 6 months in 1977. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അടുത്ത രാഷ്ട്രപതിയായിട്ട് നീലം സഞ്ജീവ് റെഡ്ഡി അധികാരത്തിൽ വരുന്നു. 1977 to 1982 5 വർഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് അധികാരത്തിലിരിക്കുന്നു. ആൻഡ് നീലം സഞ്ജീവ് റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ കാലത്ത് ഒപ്പുവെച്ചതിനാണ് കോൺട്രവേഴ്ഷ്യൽ ആയെന്നുണ്ടെങ്കിൽ നീലം സഞ്ജീവ് റെഡ്ഡി ഒരുപാട് കാര്യങ്ങളിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യം അവർ ഇന്ദിരാഗാന്ധിക്ക് അഗെയിൻസ്റ്റ് നമ്മൾ 69 വി ഗിരിയുടെ കാൻഡിഡേച്ചറിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇന്ദിരാഗാന്ധിയായിട്ടുള്ള ഒരു സ്പർദ്ധ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയായിട്ടുള്ള ഒരു സ്വരച്ചേർച്ച കുറവ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം അതിനുശേഷം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു പോകുന്നു. ജയപ്രകാശ് നാരായണൻ ടോട്ടൽ റവല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ സർക്കാർ ഫോം ചെയ്യാനോ അല്ലെങ്കിൽ വലിയൊരു അലയൻസിന് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, തിരിച്ച് നീലം സഞ്ജീവ് റെഡ്ഡി അധികാരത്തിൽ വരുന്നു. ഇദ്ദേഹത്തെ പറ്റി കുറെ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇദ്ദേഹമായിരുന്നു ആദ്യത്തെ ഡെപ്യൂട്ടി CM ഓഫ് ആന്ധ്ര സ്റ്റേറ്റ്. നമ്മുടെ ക്ലാസ് കണ്ടുള്ള കുട്ടികൾക്ക് അറിയാം 1953 ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ. പിന്നീട് അതിന്റെ കൂടെ ഹൈദരാബാദ് കൂടെ കൂട്ടിച്ചേർത്തത് ആന്ധ്രാപ്രദേശ് ആവുന്നത് 1956 1956 ആന്ധ്രാപ്രദേശ് ആവുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആര്, നീലം സഞ്ജീവ് റെഡ്ഡി. അതിന് മുന്നേ ഡെപ്യൂട്ടി CM ആയിരുന്നു. ആൻഡ് ഹി സെർവ്ഡ് ആസ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ട്രാൻസ്പോർട്ട്, സിവിൽ ഏവിയേഷൻ, ഷിപ്പിംഗ് ആൻഡ് ടൂറിസം ഇൻ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനകത്ത് 1967 69 കാലഘട്ടങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, യൂണിയൻ മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 69 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നാലാം ലോക്സഭയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. ആ സ്പീക്കർ സ്ഥാനം രാജിവെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഗിരിയുടെ കൂടെ മത്സരിക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് 1977 തെരഞ്ഞെടുപ്പിലാണ്. 1977 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യുനാനിമസ്ലി എലക്ടഡ് സ്പീക്കർ ഓഫ് ദ 6th ലോക്സഭ ഓൺ 26 March 1977. 1977 വീണ്ടും ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിന് ലോകസഭയുടെ സ്പീക്കറായിട്ട്, 6ാമത്തെ ലോകസഭയുടെ സ്പീക്കറായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയാണ്. 4ാമത്തെ ലോകസഭയുടെ സ്പീക്കറായിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. 6ാമത്തെ ലോകസഭയുടെ സ്പീക്കറായിട്ടും നീലം സഞ്ജീവ് റെഡ്ഡി ഇരുന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് നീലം സഞ്ജീവ് റെഡ്ഡി ഈ പറഞ്ഞ 6ാമത്തെ ലോകസഭയുടെ സ്പീക്കറായിട്ട് ഏതാനും കുറച്ചു കാലം മാത്രമേ ഇരുന്നുള്ളൂ. വീണ്ടും ആ സ്പീക്കർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇലക്ഷനെ നേരിടുന്നു. എന്ത് ഇലക്ഷനെ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. 37 കാൻഡിഡേറ്റുകളാണ് ആ സമയത്ത് നീലം സഞ്ജീവ് റെഡ്ഡിയുടെ കൂടെ
പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് വേണ്ടി നോമിനേഷൻ കൊടുത്തത് 36 നോമിനേഷനും തള്ളിക്കളഞ്ഞുകൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ 36 നോമിനേഷൻ തള്ളി ഒറ്റ നോമിനേഷൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ നോമിനേഷൻ ആരുടെയായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയുടെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹി വാസ് എലക്ടഡ് അൺഒപ്പോസ്ഡ്, ദ ഓൺലി പ്രസിഡന്റ് ടു ബി എലക്ടഡ് ദസ്. എലക്ഷൻ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് ഇല്ലാതെ ഒറ്റ എന്താ പറയുക നേരിട്ട് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയ ഒരേ ഒരു പ്രസിഡന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളൂ. അതും അത് തന്നെയാണ്, നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ചരിത്രം കറങ്ങി തിരിഞ്ഞു വന്നത് കണ്ടോ. ആൻഡ് ഹി വാസ് ദ സെക്കൻഡ് യങ്ങസ്റ്റ് പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? നീലം സഞ്ജീവ് റെഡ്ഡി. രണ്ടാമത്തെ പ്രായം കുറഞ്ഞെന്ന് പറയാൻ കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇപ്പോൾ ഉള്ള പ്രസിഡന്റാണ്. ദ്രൗപദി മുർമു അധികാരത്തിൽ കയറുന്നതിന് അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നതിന് മുന്നേ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ ഓർത്തിരിക്കുക. ഓക്കെ, സോ 1977 to 1982 അദ്ദേഹമായിരുന്നു ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടിരുന്നത്. ആൻഡ് അതും അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് ക്ഷണിച്ച വ്യക്തി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. എന്നാൽ മൊറാർജി ദേശായിക്ക് ശേഷം തീർന്നില്ല. എന്ത് ചെയ്യുന്നു? ആ മന്ത്രിസഭ ഏതാനും 1.5 വർഷത്തോളം കഷ്ടി എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോയുള്ളൂ. ആ സമയത്ത് വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. മൊറാർജി ദേശായിയുടെ ഈ പറഞ്ഞ ഗവൺമെന്റ്, ജനതാ ഗവൺമെന്റ് താഴെ വീഴുകയും ചരൺ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയും ചെയ്യുന്നു. ആക്ച്വലി ചരൺ സിംഗ് ഇന്ദിരാഗാന്ധിയുടെ ഈ പറഞ്ഞ പോലെയുള്ള ഓപ്പോസിറ്റ് ആയിട്ട് റൈവലായിട്ട് നിന്നിരുന്ന വ്യക്തിയാണ്. മൊറാർജി ദേശായിയുടെ സർക്കാരിൽ നിന്നും ചരൺ സിംഗിന്റെ സപ്പോർട്ട് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ജനതാ ഗവൺമെന്റ് താഴെ വീഴുന്നു. അവിടെ കുറെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറെ തീരുമാനങ്ങൾ നീലം സഞ്ജീവ് റെഡ്ഡി എടുക്കുന്നുണ്ട്. കാരണം ജനതാ ഗവൺമെന്റിന് അല്ലെങ്കിൽ ജനതാ പാർട്ടിക്ക് ആ സമയത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ വേറൊരു മന്ത്രിസഭ രൂപീകരിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ പ്രസിഡൻഷ്യൽ ഡിസ്ക്രീഷൻ, പ്രസിഡന്റിന്റെ ഡിസ്ക്രീഷൻ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ചരൺ സിംഗിന്റെ അടുത്ത് സർക്കാർ രൂപീകരിക്കാനായിട്ട് പറയുന്നത്. ചരൺ സിംഗിനെ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ബാക്ക് ചെയ്യുന്നു. ആക്ച്വലി ഇന്ദിരാഗാന്ധി ബാക്ക് ചെയ്യുന്നതിന്റെ വലിയ കാരണമുണ്ട്. ഇന്ദിരാഗാന്ധി ചരൺ സിംഗിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഞ്ജീവ് ഗാന്ധിയുടെ പിന്നിലുള്ള കേസും ഇന്ദിരാഗാന്ധിയുടെ മുന്നിലുള്ള കേസുകളൊക്കെ തള്ളിക്കളയണം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ആ സമയത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ചരൺ സിംഗ് അതിന് സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? ചരൺ സിംഗും താഴെ വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം വീണ്ടും സഞ്ജീവ് റെഡ്ഡിയുടെ സമയത്ത് അധികാരത്തിൽ വരുന്നു? ഇന്ദിരാഗാന്ധി തിരിച്ച് മറ്റൊരു ജനറൽ ഇലക്ഷനിലൂടെ, പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നു. അങ്ങനെ 3 പ്രൈം മിനിസ്റ്റർമാർ ആരുടെ സമയത്തുണ്ടായിരുന്നു? നീലം സഞ്ജീവ് റെഡ്ഡിയുടെ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നീലം സഞ്ജീവ് റെഡ്ഡിയുടെ സമയത്ത് 3 പ്രധാനമന്ത്രിമാരെ ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങളുടെ സൈഡ് നോട്ടായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ 82-ല് നീലം സഞ്ജീവ് റെഡ്ഡി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിയുന്നു 5 വർഷത്തെ ടേമിന് ശേഷം. പിന്നീട് അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ഗിയാനി സെയിൽ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സിഖ് രാഷ്ട്രപതി ഗിയാനി സെയിൽ സിംഗ്. അദ്ദേഹം 982 മുതൽ 987 വരെയാണ് അധികാരത്തിലിരുന്നിരുന്നത്. ആൻഡ് ഇദ്ദേഹം കടുത്ത ഒരു ഇന്ദിരാഗാന്ധി ഭക്തനായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ആ രീതിയിലാണ് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രപതി ഇന്ദിരാഗാന്ധിയെ കാണാൻ, അതായത് പ്രധാനമന്ത്രിയെ കാണാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായിട്ട് ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ സിറ്റിസൺ, ദ ഫസ്റ്റ് സിറ്റിസൺ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയിട്ടുള്ള, ഇന്ത്യയുടെ നോമിനൽ ഹെഡ് ആയിട്ടുള്ള വ്യക്തിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററെ കാണാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് കാണാനാണ് ആക്ച്വലി പോകേണ്ടത്. പക്ഷെ ഇന്ദിരാഗാന്ധിയോട് അത്ര കണ്ട് താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ ഈ പറയുന്ന ഗിയാനി സെയിൽ സിംഗിനെ ഇന്ത്യയുടെ രാഷ്ട്രപതി ആക്കിയത് ആ സമയത്ത് പഞ്ചാബിൽ ഉണ്ടായിരുന്ന വിഘടനവാദത്തെ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയല്ല. പഞ്ചാബില് ഗിയാനി സെയിൽ സിംഗിന് ഉണ്ടായിരുന്ന പവറിനെ കുറയ്ക്കുന്നതിന് വേണ്ടി, കാരണം ഇദ്ദേഹം പഞ്ചാബിലെ രാഷ്ട്രീയത്തിലെ സജീവമായിരുന്നു, അദ്ദേഹത്തെ അവിടെ നിന്ന് പറിച്ചു നടന്നതിന് വേണ്ടി അവിടെ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നീക്കമാണെന്ന് പറയുന്നൊക്കെ ഉണ്ട്. അതൊക്കെ രാഷ്ട്രീയമാണ്, നമുക്ക് അതിലേക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഗിയാനി സെയിൽ സിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ സിഖ് രാഷ്ട്രപതിയാണ്. അദ്ദേഹമാണ് ഈ പറഞ്ഞ സിഖ് വിഘടനവാദം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ സമയത്ത് ഒരുപാട് കോളിളക്കങ്ങൾ നടന്നിട്ടുണ്ട്. 982 മുതൽ 987 വരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് ആക്ട് ചെയ്തു. ഇന്ദിരാഗാന്ധി സർക്കാരിൽ ഹോം മിനിസ്റ്ററായിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ഇയറിൽ നടന്ന കാര്യമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്തായിരുന്നു? അമൃത്സറിലെ സിഖുകാരുടെ ടെമ്പിളിനകത്ത് വിഘടനവാദികളായിട്ടുള്ള സിഖ് വിഘടനവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസർജൻസി. പഞ്ചാബ് അല്ലെങ്കിൽ സിഖിന് വേണ്ടി സെപ്പറേറ്റ് ഒരു രാജ്യം വേണമെന്ന് വാശി പിടിക്കുന്നവരാണ് വിഘടനവാദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് ആയുധധാരികളായിട്ടുള്ള സിഖുകാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അവരെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു വെടിവെപ്പ്, ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തുന്നു. അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സിഖ് രാഷ്ട്രപതി ഇരിക്കുന്ന സമയത്താണ് സിഖുകാരുടെ ഏറ്റവും വലിയ
ടെമ്പിളിന് അഗെയിൻസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. ആൻഡ് ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫിനകത്ത് 2 സിഖുകാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നു. സോ ദ അസാസിനേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി നടക്കുന്നത് ഇതേ സമയത്ത് തന്നെയാണ്. അതിനുശേഷം ആന്റി സിഖ് റൈറ്റ് നടക്കുന്നത് ഈ സമയത്താണ്. ഡൽഹിയിൽ സിഖുകാരുടെ വീടുകളെ മാർക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരെ കൊന്നൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നു. അപ്പം ഈ പറഞ്ഞ കോൺഗ്രസ് അനുകൂല നേതാക്കന്മാരാണ്. കാരണം ഇന്ദിരാഗാന്ധിയെ പോലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവ് കൊല്ലപ്പെടുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ സമയത്താണ് വൻമരങ്ങൾ വീഴുമ്പോൾ അതിന്റെ താഴെയുള്ള പുൽക്കൊടികൾ നശിച്ചു പോകുന്നതിനെ അങ്ങനെയുള്ള ഒരു പരാമർശം നമ്മുടെ രാജീവ് ഗാന്ധി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിവാദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ആ സമയത്താണ്. ആൻഡ് ഇതൊക്കെ ആ സമയത്ത് നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. എന്ത് ചെയ്യുന്നു, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു. അടുത്ത പ്രൈം മിനിസ്റ്റർ ആര് എന്നുള്ള ചോദ്യത്തിന് എല്ലാവർക്കും കോൺഗ്രസിനകത്ത് ഒറ്റ അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു? രാജീവ് ഗാന്ധി. അപ്പൊ ആ സമയത്ത് ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് വേണ്ടി പോയിരുന്ന രാജീവ് ഗാന്ധിനെ വിളിക്കുന്നു. എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തോട് പ്രൈം മിനിസ്റ്റർ ആവാൻ പറയുന്നു. ആര്? ഗിയാനി സെയിൽ സിംഗ്. എന്നാൽ ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഗിയാനി സെയിൽ സിംഗും പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാജീവ് ഗാന്ധിയും തമ്മിലുള്ള ടേംസ് പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ആ ടേംസ് നല്ല രീതിയിലല്ല പോയിരുന്നത്. പ്രസിഡന്റിന്റെ അടുത്ത് പലപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാജീവ് ഗാന്ധി പല കാര്യങ്ങളിലും അഭിപ്രായം ചോദിച്ചിരുന്നില്ല, കണ്ടിരുന്നില്ല, വിളിച്ചു പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. തന്റെ അമ്മയുടെ മരണത്തിന് കാരണം ഈ പറഞ്ഞ ഗിയാനി സെയിൽ സിംഗിന് അതിനകത്ത് പരോക്ഷമായിട്ട്, പ്രത്യക്ഷമായിട്ടല്ല, എന്താ പറയുന്നത്, അദ്ദേഹം കൂടെ ഒരു റീസൺ ആയിരുന്നു എന്ന് മേ ബി രാജീവ് ഗാന്ധി വിശ്വസിച്ചിരുന്നു എന്നാണ് പിന്നീട് വന്ന ചരിത്രകാരന്മാരെ പലരും പറയപ്പെടുന്നത്. എനിവേ, he was the first Sikh and as also the first person from a backward caste to become president. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. He exercised a pocket veto to prevent the Indian Post Office Bill. ഏത് വർഷം? 1986 എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പോക്കറ്റ് വീറ്റോ എടുത്തത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാഷ്ട്രപതി പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചത് ഈ സമയത്താണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗിയാനി സെയിൽ സിംഗ് 1987 അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഇദ്ദേഹത്തിന്റെ ടേം അവസാനിക്കാറാവുന്ന സമയത്ത് രണ്ടാമത്, അതായത് VP സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ ആരോപണങ്ങളൊക്കെ രാജീവ് ഗാന്ധിക്ക് എഗെയിൻസ്റ്റ് പ്രയോഗിക്കുന്നുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നുണ്ട്. സോ ഗിയാനി സെയിൽ സിംഗ് VP സിംഗിന്റെ സമയത്ത് രണ്ടാമതൊരു രാഷ്ട്രപതി ആവാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് കുറെ ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ടേം അവസാനിച്ച സമയത്ത് ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് ഗിയാനി സെയിൽ സിംഗ് എന്റെ കാര്യം പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് R വെങ്കിട്ടരാമൻ. അദ്ദേഹം 1987 മുതൽ 92 വരെയാണ് രാഷ്ട്രപതിയായിട്ടിരുന്നുള്ളത്. 1987 മുതൽ 92 വരെ ആണ് രാഷ്ട്രപതിയായിട്ടിരുന്നത്. അദ്ദേഹം മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആയിരുന്നു ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ സമയത്ത്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആയിട്ടും മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ആസ് വൈസ് പ്രസിഡന്റ് എലക്ട് ആസ് എ സക്സസർ ടു M ഹിദായത്തുള്ളക്ക് ശേഷം എന്ത് ചെയ്യുന്നു, വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കുന്നുണ്ട്. ഹി വർക്ക് വിത്ത് 4 പ്രസിഡന്റ് അല്ല കേട്ടോ, 4 പ്രൈം മിനിസ്റ്റേഴ്സ് 4 പ്രധാനമന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു രാഷ്ട്രപതിയാണ് ആര്? R വെങ്കിട്ടരാമൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. 4 പ്രധാനമന്ത്രിമാരുടെ കൂടെ. ആരാണ്? 87 അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് ഓൾറെഡി ആരാണ് പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്നില്ല. VP സിംഗ് അധികാരത്തിൽ വരുന്നു. VP സിംഗ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ, കാരണം കോalition ഗവൺമെന്റ് ആണ് ആ സമയത്ത്, എല്ലാം തൂക്ക് മന്ത്രിസഭകളാണ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ആര്? ചന്ദ്രശേഖർ. അതിനുശേഷം അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് ആര്? PV നരസിംഹ റാവു എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നു, VP സിംഗ് അധികാരത്തിൽ വരുന്നു, ചന്ദ്രശേഖർ അധികാരത്തിൽ വരുന്നു, PV നരസിംഹ റാവു അധികാരത്തിൽ വരുന്നു. PV നരസിംഹ റാവു ആണ് അതിനുശേഷം ഒരു കംപ്ലീറ്റ് ടേം ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? PV നരസിംഹ റാവു എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ സമയത്ത്, R വെങ്കിട്ടരാമന്റെ സമയത്താണ് രാജീവ് ഗാന്ധി അസാസിനേഷൻ നടക്കുന്നത്. നടക്കുന്ന ആരുടെ സമയത്താണ്? R വെങ്കിട്ടരാമന്റെ സമയത്താണ്. ഇദ്ദേഹത്തിന്റെ സമയത്ത് തന്നെയാണ് എന്ത് നടക്കുന്നത്? ദ വോട്ടിംഗ് ഏജ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years by the 61st Constitutional Amendment Act of 1988. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒന്ന്, 21 നിന്നും 18 വയസ്സാക്കിയ സമയത്ത് രാഷ്ട്രപതി ആര്? R വെങ്കിട്ടരാമൻ. ഏത് ഭരണഘടനാ ഭേദഗതി? അത് പൊളിറ്റ് ചോദ്യമായിട്ട് മാറും. 61ാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷം? 1988. ഏത് പ്രധാനമന്ത്രിയാണ് കൊണ്ടുവന്നത്? അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞല്ലോ, ആരാണ്? രാജീവ് ഗാന്ധി.
ഓക്കെ, ഇത്രയും ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക, പരമാവധി ഫാക്ടുകൾ എൻട്രി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് വെങ്കിട്ടരാമന്റെ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് 11ാമത്തെ 92 മുതൽ 97 വരെ ശങ്കർ ദയാൽ ശർമ്മ അഥവാ SD ശർമ്മ. ഇദ്ദേഹം മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു, പഞ്ചാബിന്റെ ഗവർണറായിരുന്നു, ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിരുന്നു. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇരുന്നിരുന്ന വ്യക്തിയാണ്. വെങ്കിട്ടരാമൻ ഇരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി കോalition ഗവൺമെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 92 മുതൽ 97 വരെയാണ്. 92 മുതൽ 96 വരെ അദ്ദേഹം PV നരസിംഹറാവു ആയിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 96 AB വാജ്പേയി എന്ത് ചെയ്യുന്നു, ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. 96 ജനറൽ ഇലക്ഷന് BJP ഏറ്റവും ആദ്യം കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒറ്റകക്ഷിയായിട്ട് വരുന്ന ഒരു സമയമാണ്. AB വാജ്പേയി എന്ത് ചെയ്യുന്നു, അധികാരത്തിലേക്ക് വരുന്ന ഒരു സമയം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുന്നില്ല. അതിനുശേഷം ആര് വരുന്നു, AB വാജ്പേയിക്ക് ശേഷം HD ദേവഗൌഡ വരുന്നു. HD ദേവഗൌഡയ്ക്ക് ശേഷം ആര് വരുന്നു, IK ഗുജ്റാൾ വരുന്നു. IK ഗുജ്റാളിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്ന് AB വാജ്പേയി അധികാരത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. സോ 92 മുതൽ 97 വരെ വീണ്ടും എത്ര പ്രധാനമന്ത്രിമാർ വന്നു, PV നരസിംഹറാവു, AB വാജ്പേയി, HD ദേവഗൌഡ, IK ഗുജ്റാൾ, വീണ്ടും AB വാജ്പേയി വരുന്ന ഒരു അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ 5 പ്രധാനമന്ത്രിമാരെ നമ്മൾ പറയേണ്ടി വരും. എന്നിരുന്നാലും നമ്പർ ആളുകളുടെ പേര് വെച്ച് നോക്കുമ്പോൾ 4 പ്രധാനമന്ത്രിമാരാണ് ആ സമയത്ത് ശങ്കർ ദയാൽ ശർമ്മയുടെ സമയത്ത് ഉണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യയിൽ എക്കണോമിക് ക്രൈസിസ് നടക്കുന്ന സമയമാണ്. നമ്മൾ ആഗോളവൽക്കരണം അല്ലെ, ലിബറലൈസേഷൻ, LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിനെല്ലാം നടക്കുന്ന സമയമാണ്. ശങ്കർ ദയാൽ ശർമ്മ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടിരുന്ന എക്കണോമിക് ക്രൈസിസ് വരുന്നു. ഇന്ത്യയുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഫോറക്സ് റിസർവ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു, സാമ്പത്തിക മാന്ദ്യം വരുന്നു. ഇന്ത്യ IMFന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആക്കാൻ പറയുന്നു. മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് അധികാരത്തിലേക്ക് വരുന്നു. PV നരസിംഹറാവു ഗവൺമെന്റിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് മൻമോഹൻ സിംഗ് വരുന്നു. അദ്ദേഹത്തിന്റെ എക്കണോമിക് പോളിസീസ് ആണ് ആ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഈ പറഞ്ഞ ഭദ്രത പിന്നീട് കൂട്ടിക്കൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് വരുന്നത്. ആരാണ്, KR നാരായണൻ. 1997 മുതൽ 2002 വരെയാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടിരുന്നത്. KR നാരായണൻ was elected as the Vice President of India on 21st August 1992 under the presidency of Shankar Dayal Sharma. SD ശർമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രസിഡന്റ് ആവുന്നു. This is the only presidential election to have been held with a minority government holding power at the center. 97-2002 കാലഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടൽ ബിഹാരി വാജ്പേയി ആണ് ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത്, ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന സമയം. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് 98. ആ സമയത്ത് വാജ്പേയിക്ക് ഭൂരിപക്ഷം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ BJP ഭൂരിപക്ഷം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയത്താണ് മൊത്തത്തിൽ പ്രശ്നം. വാജ്പേയിയുടെ ആദ്യത്തെ ഗവൺമെന്റിന്റെ സമയത്ത്, അതായത് ഫുൾ ടേം തികച്ച ആദ്യത്തെ ഗവൺമെന്റ് 97 മുതൽ 2002 വരെയാണ്, 98 മുതൽ 2002 വരെയാണ് വാജ്പേയി ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ടേം തികച്ചത്, ഫുൾ ടേം തികയ്ക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം രണ്ടാമത് പൊതു തെരഞ്ഞെടുപ്പ് നേരിടുകയായിരുന്നു. ആ സമയത്താണ് കാർഗിലിൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. ആൻഡ് ആ സമയത്ത് തന്നെയാണ് ഗുജറാത്ത് കലാപം നടക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സമയത്ത് തന്നെയാണ്. ഈ KR നാരായണൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, അടൽ ബിഹാരി വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കാശ്മീർ കോൺഫ്ലിക്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റ് ആക്രമണം, ഗുജറാത്ത് കലാപം, ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടി, ഇതെല്ലാം നടക്കുന്നത് ആ സമയത്തുള്ള പരിപാടിയാണ്. ആൻഡ് a military conflict was developed in Kargil on the line of control with Pakistan in May 1999. മെയിലാണ് ആ സംഭവം നടക്കുന്നത്. സോ ഇതും കൂടെ ഓർത്തിരിക്കുക. KR നാരായണൻ മലയാളിയാണ്. SD ശർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള വ്യക്തിയാണ്. വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. ഓൺലി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ദാറ്റ് ഹാവ് ബീൻ ഹെൽഡ് വിത്ത് എ മൈനോറിറ്റി ഗവൺമെന്റ് ഹോൾഡിംഗ് പവർ അറ്റ് ദ സെന്റർ. ആൻഡ് ഞാൻ ഈ പറഞ്ഞ ഇൻസിഡൻസ് ഒക്കെ ആ സമയത്താണ് നടന്നിട്ടുള്ളത്. കാർഗിൽ യുദ്ധം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക. ഗുജറാത്ത് കലാപം നടക്കുന്നതൊക്കെ ഈ സമയത്താണ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് പീപ്പിൾസ് പ്രസിഡന്റ് നമ്മളെല്ലാവരും വിളിക്കുന്ന APJ അബ്ദുൽ കലാം. 2002 മുതൽ 2007 വരെയാണ് അദ്ദേഹം പ്രസിഡന്റ് പദവിയിലിരുന്നത്. കലാം served as a chief scientific advisor to the Prime Minister and Secretary of the DRDO from July 1990 to 1999. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചീഫ് സയന്റിഫിക് അഡ്വൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. He played a key role in organizational, political and technical role in Pokhran 2 nuclear test. Pokhran 2 ന്യൂക്ലിയർ ടെസ്റ്റിന്റെ സമയത്ത് അദ്ദേഹം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. He was the first scientist and first bachelor to occupy the top chair at the രാഷ്ട്രപതി ഭവൻ. അദ്ദേഹമാണ് ഏറ്റവും ആദ്യത്തെ സയന്റിസ്റ്റ്, അതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ബാച്ചലർ ആയിട്ടുള്ള വ്യക്തി ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നത്. He was affectionately known as the People's President എന്ന് എല്ലാവരും വിളിച്ചിരുന്ന വ്യക്തിയാണ്.
APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, മറ്റ് അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രതിഭ പാട്ടീൽ. 2007 മുതൽ 2012 വരെയാണ് പ്രതിഭ പാട്ടീൽ ഇരുന്ന് ഗവർണർ ഓഫ് രാജസ്ഥാൻ ആയിരുന്നു. ഷി വാസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഷി കമ്മ്യൂട്ടഡ് ഡെത്ത് സെന്റൻസ് ഓഫ് 35 പെറ്റീഷണേഴ്സ് ടു ലൈഫ്, എ റെക്കോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് 35ഓളം ആളുകളുടെ വധശിക്ഷ റദ്ദ് ചെയ്ത ഒരു രാഷ്ട്രപതിയായിരുന്നു പ്രതിഭ പാട്ടീൽ എന്ന് പറയുന്നത്. പ്രതിഭ പാട്ടീൽ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരുന്നു ആ സമയത്ത്. അവരുടെ ഈ പറയുന്ന രാഷ്ട്രപതി ടേം കഴിയുന്ന സമയത്താണ് അത്തരം കുറെ ആരോപണങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇവർ നടത്തിയിട്ടുള്ള ഈ പറയുന്ന ലോക ടൂർ, അതിന് ചെലവാക്കിയിട്ടുള്ള പൈസ, കോടിക്കണക്കിന് പൈസ, 205 എത്രയോ വലിയ ഒരു എമൗണ്ട് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, കോടിയും മറ്റോ അതിനുവേണ്ടി നടത്തിയിട്ടുള്ളത്. അത് ഫാമിലിയുടെ കൂടെയാണ് പോയത്. പക്ഷെ ഒക്കെ ഈ പറയുന്ന പോലെ ആരോപണങ്ങൾ എല്ലാ പ്രസിഡന്റുമാരും എല്ലാ കാലങ്ങളിലും നേരിട്ടിട്ടുണ്ട്. എനിവേ, ഷി വാസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഷി കമ്മ്യൂട്ടഡ് ഡെത്ത് സെന്റൻസ് ഓഫ് 35 പെറ്റീഷണേഴ്സ് ടു ലൈഫ്, എ റെക്കോർഡാണെന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കുക. അതിനുശേഷം വരുന്ന വ്യക്തിയാണ് പ്രണബ് മുഖർജി. Pranab Mukherjee became the first president of India to reply all the mercy petitions in his term for the death row inmates. എല്ലാ മേഴ്സി പെറ്റീഷൻസിനും എന്ത് ചെയ്യുന്നത്, റിപ്ലൈ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് പ്രണബ് മുഖർജി എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എല്ലാ മേഴ്സി പെറ്റീഷനും റിപ്ലൈ കൊടുത്തിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പ്രണബ് മുഖർജിയാണ്. 35ഓളം വധശിക്ഷകളെ റദ്ദ് ചെയ്ത് ഇളവ് ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഭ പാട്ടീലാണ്. അബ്ദുൾ കലാമും ഈ പറഞ്ഞ പോലെ 22ഓളം മേഴ്സി പെറ്റീഷനിൽ 20 മറ്റോ അദ്ദേഹം റിപ്ലൈ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഉള്ള കാര്യമാണ് ഓർത്തിരിക്കുക. ആൻഡ് അദ്ദേഹത്തിന്റെ സമയത്ത് 2012-2017 കാലഘട്ടത്തിലാണ് ക്രിമിനൽ ലോ ഓർഡിനൻസ് പാസ്സാക്കുന്ന ഒരു അവസ്ഥ വന്നത്. ഡൽഹി റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഡിനൻസ്, അതും ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, ക്രിമിനൽ ലോ ഓർഡിനൻസ് 2013 പാസ്സാക്കുന്നത്. ആഫ്റ്റർ മാത്ത് ഓഫ് 2012 ഡൽഹി ഗ്യാങ് റേപ്പ് ആൻഡ് മർഡർ, അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പാസ്സാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ആൻഡ് അതിനുശേഷം രാംനാഥ് കോവിന്ദ് ആണ് 2017 മുതൽ 2022 വരെ. ഹീസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഉത്തർപ്രദേശ് ടു സെർവ് ആസ് ദ പ്രസിഡന്റ്. ഉത്തർപ്രദേശിൽ നിന്നും പ്രസിഡന്റ് ആവുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തിയാണ് രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്നത്. ഗവർണർ ഓഫ് ബീഹാർ ആയിരുന്നു. ഇൻ സെപ്റ്റംബർ 2023, അതായത് രാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച അല്ലെങ്കിൽ അതിന്റെ ടേം കഴിഞ്ഞതിന് ശേഷം, the government of India formed an 8-member committee chaired by Ramnath Kovind to suggest the changes to constitution for simultaneous polls in the country. ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. 1 election 1 nation എന്ന് പറയുന്ന സംഭവം കുറെ കാലമായിട്ട് നമ്മുടെ കറണ്ട് അഫയറിൽ നിൽക്കുന്നതാണ്. അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഒരു 8-അംഗ കമ്മിറ്റി വെച്ചപ്പോൾ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കി വെച്ചിട്ടുള്ള വ്യക്തി കൂടെ ആയിരുന്നു ആര്, രാംനാഥ് കോവിന്ദ്. 2017 മുതൽ 2022 വരെയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്നത്. UP യിൽ നിന്നും പ്രസിഡന്റ് ആവുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തിയാണ്. ബീഹാറിന്റെ ഗവർണറായിട്ട് അദ്ദേഹം വർത്തിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ആണ്. ഷീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ബിലോങ്ങിങ് ടു എ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് ആണ്. സെക്കൻഡ് വുമൺ ആണ് പ്രതിഭ പാട്ടീലിന് ശേഷം. ഷീ ഈസ് ഓൾസോ ദ യങ്ങസ്റ്റ് പേഴ്സൺ. ഇപ്പോ ഇതുവരെ നമ്മൾ 15 രാഷ്ട്രപതിമാരുടെ ചരിത്രം പഠിച്ചപ്പോൾ അല്ലെങ്കിൽ അവരെ പറ്റി പഠിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്, ദ്രൗപദി മുർമു. ദ ഫസ്റ്റ് പ്രസിഡന്റ് ബോൺ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അതും ദ്രൗപദി മുർമുവാണ്. ബാക്കി എല്ലാവരും പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് വെച്ചാൽ 47 മുന്നേ ജനിച്ചിട്ടുള്ള വ്യക്തികളാണ് ബാക്കി എല്ലാവരും, എക്സെപ്റ്റ് ദ്രൗപദി മുർമു. അവര് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഷീ സെർവ്ഡ് ആസ് ദ ഗവർണർ ഓഫ് ജാർഖണ്ഡിന്റെ ഗവർണറായിട്ടും അവർ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ 15 രാഷ്ട്രപതിമാരും അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സും അതിന്റെ കൂടെ കുറച്ച് ചരിത്രവും നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ചു പോയിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റർമാരുടെ കാര്യങ്ങളും അതുപോലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഫാക്ടുകൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. നമുക്ക് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഏതാനും ചരിത്രപരമായിട്ടുള്ള ഇവന്റുകളൊക്കെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഏറ്റവും ആദ്യം കാണിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ആ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ്സിനകത്ത് കവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഓരോ വ്യക്തികളെ പറ്റി നമുക്ക് പഠിക്കാം. പക്ഷെ അങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. എക്സാമിന് ആവശ്യമുള്ള രീതിയിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റുകൾ മാത്രം നമ്മൾ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ചോദ്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. അറേഞ്ച് ദ നെയിംസ് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ പ്രസിഡന്റ്സ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ ടെന്യൂർ. ഇതിൽ ഏറ്റവും ആദ്യം വന്ന വ്യക്തി ആരാണ്? ഏറ്റവും ആദ്യം വന്ന വ്യക്തി നിങ്ങൾക്കറിയാം, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഇന്ത്യയുടെ 3ാമത്തെ പ്രസിഡന്റ് അല്ലെ. അതിനുശേഷം വന്ന ആരാണ്? അതിനുശേഷം BV ഗിരി ആയിരുന്നു. അതിനുശേഷം വന്ന ആളായിരുന്നു 5ാമത്തെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്.
ഫക്രുദ്ദീൻ അലി അഹമ്മദും സക്കീർ ഹുസൈനും മരിച്ചതിന് രണ്ടുപേരും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് മരിച്ചത്. അതിനുശേഷം വന്ന വ്യക്തിയാണ് ആര്? നീലം സഞ്ജീവ് റെഡ്ഡി. അതിനുശേഷം വന്ന വ്യക്തിയാണ് ആര്? ഗിയാനി സെയിൽ സിംഗ്, 7ാമത്തെ രാഷ്ട്രപതിയായിട്ട്. ഇനി ഇതിന്റെ ആൻസർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? 4213. 4213. ഏറ്റവും അവസാനം വന്നത് ആരാണ്? ഗിയാനി സെയിൽ സിംഗ് ആണ്. അതിന് മുന്നേ വന്നത് 2 നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. അതിന് മുന്നേ വന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അതിന് മുന്നേ വന്നത് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. 4213. ഓക്കെ, ഡിസെൻഡിങ് ഓർഡർ ആണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് എന്റെ ആൻസർ അങ്ങനെ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അസെൻഡിങ് ഓർഡറിലുള്ള ഓപ്ഷനുകളൂടെ കൊടുത്തിട്ടുണ്ട്. 3, 1, 2, 4 എന്നും കൊടുത്തിട്ടുണ്ട്. തിരിച്ചു പോയിട്ട് ഇത് കുത്തി വെക്കരുത് കേട്ടോ. ഇനി ദ ഫസ്റ്റ് വുമൺ ടു സെർവ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വാസ് പ്രതിഭ പട്ടേൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാസ് ദ 4th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് ഓർഡറിൽ ഓർത്തിരിക്കുക. ആദ്യ രാജേന്ദ്ര പ്രസാദ്, അതിനുശേഷം ആരാണ്? എസ് രാധാകൃഷ്ണൻ, അതിനുശേഷം ആരാണ്? സക്കീർ ഹുസൈൻ, അതിനുശേഷം ആരാണ്? VV ഗിരി അല്ലേ? അതെ. സോ അതിന്റെ ആൻസർ VV ഗിരി. ഇനി who among these took over as the president of India after രാജേന്ദ്ര പ്രസാദ്? ആരാണ്? എസ് രാധാകൃഷ്ണൻ. രാംനാഥ് കോവിന്ദ് ഈസ് ദി ദ്രൗപദി മുർമു 15ാമത്തെ രാഷ്ട്രപതിയാണ്. രാംനാഥ് കോവിന്ദ് 14ാമത്തെ രാഷ്ട്രപതിയാണ്. വിച്ച് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ is known as a missile man? APJ അബ്ദുൽ കലാം. Who among the following was awarded the Bharat Ratna award before becoming the president of India? രാജേന്ദ്ര പ്രസാദ്, സോറി, എസ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനാണ് 954 രാധാകൃഷ്ണൻ ആക്ച്വലി പ്രസിഡന്റ് ആവുന്നത് 962 മുതൽ 67 വരെയാണ് രാഷ്ട്രപതിയായിട്ടിരുന്നിരുന്നത്. ഇദ്ദേഹത്തിന് 954 എന്ത് കിട്ടി? ഭാരത് രത്ന അവാർഡ് കിട്ടി. ഇനി who among the following was the youngest president of India? നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു. ഇപ്പൊ ആരാണ്? ദ്രൗപദി മുർമു ആണ്. Which of the following former Indian president took office for the shortest term? ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ഷോർട്ടസ്റ്റ് ടൈം, 2 വർഷം ഇരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്, 12 വർഷം. ഹു വാസ് ദ ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഡോക്ടർ സക്കീർ ഹുസൈൻ. അദ്ദേഹം തന്നെയാണ് ഏറ്റവും ആദ്യം രാഷ്ട്രപതി ആയിരിക്കെ മരണപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. നെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹു യൂസ്ഡ് ദ പോക്കറ്റ് വീറ്റോ ഇൻ റിലേഷൻ ടു 1986 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അമെന്റ്മെന്റ് ബിൽ? ആരാണ്? ഗിയാനി സെയിൽ സിംഗ്. കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ രാജീവ് ഗാന്ധി. ആ സമയത്തെ ഡൈനാമിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇനി who was the president of India when the eligibility age for the right to vote was reduced from 21 years to 18 years? ആരാണ്? കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഗിയാനി സെയിൽ സിംഗ് ആണോ അതോ ആർ വെങ്കിട്ടരാമൻ ആണെന്നുള്ളത്. 82 തൊട്ട് 2007 ആ കണക്കിലാണ് പിന്നെ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ ചരിത്രത്തില് സക്കീർ ഹുസൈനും അതുപോലെ തന്നെ ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഈ 2 പ്രസിഡന്റുമാർ മാത്രമാണ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് മരിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും 5 വർഷം തയ്ച്ചിട്ടുണ്ട്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 74 തൊട്ട് 77, അതായത് 78 വരെ പോകേണ്ടതിന് വരെ 77 അദ്ദേഹം മരണപ്പെടുകയാണ്. പിന്നെ അവിടുന്ന് എല്ലാം 5 വർഷമാണ്. അപ്പൊ 77 തൊട്ട് 5 വർഷം 82, 82 തൊട്ട് 87, 82 തൊട്ട് 87 വരെയാണ് ആര്? ഗിയാനി സെയിൽ സിംഗ്. അതിനുശേഷം വന്ന ആളാണ് ആര്? ആർ വെങ്കിട്ടരാമൻ. ഓക്കെ, അതിനുശേഷം അടുത്ത് 87 തൊട്ട് 92, 92 തൊട്ട് 97, 97 തൊട്ട് 2002, 2002 തൊട്ട് 2007, 2007 തൊട്ട് 2012, 12 തൊട്ട് 17, 17 തൊട്ട് 22, 22 തൊട്ട് അടുത്ത ആൾ എത്രയാണ്? 27 വരെ. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ 2 സമയത്ത് മാത്രമാണ് പ്രസിഡന്റുമാര് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മരണം സംഭവിച്ചിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക. സോ ആർ വെങ്കിട്ടരാമൻ 88 അമെന്റ്മെന്റ് ബില്ലാണ്. അപ്പൊ ആരായിരിക്കും? ആർ വെങ്കിട്ടരാമൻ. ആരാണ് പ്രൈം മിനിസ്റ്റർ? നമ്മുടെ രാജീവ് ഗാന്ധി. എത്രാമത്തെ അമെന്റ്മെന്റ് ആണ്? 61ാമത്തെ അമെന്റ്മെന്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എലക്ടഡ് അൺഒപ്പോസ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി. സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. സ്പീക്കർ ഓഫ് ദ 6th ലോക്സഭ ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡി. Who was the president of India when Rajiv Gandhi was sworn in as prime minister? ആരാണ്? ഗിയാനി സെയിൽ സിംഗ്. Which of the following president was a central labor minister? ആരാണ്? VV ഗിരി. നമ്മൾ പഠിച്ചതാണ്. ഇത്രയാണ് ഈ പറയുന്ന പ്രസിഡന്റ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് പ്രൈം മിനിസ്റ്ററിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഗവർണർമാര്, മുഖ്യമന്ത്രിമാര്, പ്രധാനപ്പെട്ട ചീഫ് ജസ്റ്റിസ്, അത്തരത്തിലുള്ള എല്ലാ ഭരണഘടനാപരമായിട്ടുള്ള പോസ്റ്റുകളെ പറ്റിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് GK ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.